ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കട്ട്ലേറ്റ് ആണ്. ഞാൻ ഇപ്പോൾ നെയ്മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഏത് തരം ദശക്കട്ടിയുള്ള മീനോ അല്ലെങ്കിൽ മുള്ള് വളരെ കുറവുള്ള മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ആണ് അധികം പേർക്കും ഇഷ്ടം, പക്ഷേ ഫിഷ് കട്ട്ലേറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഫിഷ് കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മീൻ വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ദശക്കട്ടിയുള്ള മീൻ നോക്കിയെടുക്കുക. അതിപ്പോൾ നെയ്മീനോ മോതയോ അല്ലെങ്കിൽ ചൂരയോ അങ്ങനെ ഇഷ്ടമുള്ള എന്ത് മീൻ വേണമെങ്കിലും ആവാം, പക്ഷേ നല്ല മാംസമുള്ള തരം മീനായിരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കണം. ആ വെള്ളം അങ്ങനെ വറ്റിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ പാകത്തിന് വെള്ളം എടുത്താൽ മതി. അതുപോലെ ഒരു 3 ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്ക് അതും വേവിച്ചെടുക്കണം. അപ്പോൾ വേവുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നന്നായി വെന്ത് കുഴഞ്ഞു പോണ പോലെ ഉരുളക്കിഴങ്ങ് വേവിക്കരുത്. നമുക്കിങ്ങനെ ഉടച്ചെടുക്കാൻ ഈസി ആയിരിക്കണം. ആ പാകത്തിൽ നമ്മളിത് വേവിച്ചെടുക്കണം. അതിലും നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് മീൻ പൊടിച്ചെടുക്കണം. അപ്പോൾ അത് കൈ വെച്ചിട്ടാണ് നമ്മൾ പിച്ചി എടുക്കേണ്ടത്. അത് മിക്സിയിൽ ജാറിലൊന്നും ഇട്ടിട്ട് അടിച്ചെടുക്കരുത്. നമ്മൾ കൈ വെച്ചിട്ട് പിച്ചി എടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടിങ്ങനെ കടിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമ്മൾ പൊട്ടറ്റോ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറണം, എന്നാലും നമുക്കത് കൈ വെച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഇനി വേണമെങ്കിൽ തൊലിയെല്ലാം കളഞ്ഞ് നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുക്കുകയും ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നന്നായി വെന്ത് പോകരുത്. പൊട്ടറ്റോ പാകത്തിനെ വേവാൻ പാടുള്ള, പക്ഷെ നമുക്ക് ഉടച്ചെടുക്കാൻ ഈസി ആയിരിക്കണം. അപ്പോൾ നമ്മളതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കത് ഉടച്ചെടുക്കാം. പിന്നെ നമ്മൾ സാധാരണ കട്ട്ലേറ്റിൽ ചെയ്യുന്നതിലും കുറച്ച് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ഉടച്ചെടുത്തിട്ട് നമ്മൾ മീനും കൂടിയിട്ട് ഇതിൽ മിക്സ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാലകളൊക്കെ ചേർത്ത് വഴറ്റി എടുത്തിട്ട് ഈ മിക്സ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോയും മീനും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ടത് മിക്സ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഉരുളക്കിഴങ്ങും മീനും കൂടിയിട്ട് ഇതുപോലെ മിക്സ് ആവണം എന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചേർത്തില്ലെങ്കിൽ ഇത്രയ്ക്കും മിക്സ് ആവില്ല. അപ്പം ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനും ഉരുളക്കിഴങ്ങും ഒരേ അളവിലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതൽ, മീൻ കൂടുതലും ഉരുളക്കിഴങ്ങ് കുറച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള, മുളക് പൊടി, പിന്നെ വേപ്പില, പച്ചമുളക്, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഞാൻ 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്, ചോപ്പ് ചെയ്തതാണ്. അതിനുശേഷം അതിലേക്ക് 3 പച്ചമുളക് പൊടിയായി എരിഞ്ഞതും കറിവേപ്പില പൊടിയായി എരിഞ്ഞതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം ഒന്നിങ്ങനെ വഴന്ന് വരണം. അപ്പോൾ നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി എല്ലാം കുറച്ച് മതി കേട്ടോ, അധികം വേണ്ട. ഗരം മസാല, എരിവൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വളരെ പാകത്തിന് മാത്രം. പിന്നെ കുരുമുളക് പൊടി എല്ലാതും നമുക്ക് ചേർത്തിട്ട് നന്നായി പൊടികൾ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും മീനും കൂടി ചേർക്കുക. ഇനി നമുക്കിത് ഈസി ആയിട്ടിത് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പൊട്ടറ്റോയിൽ മീൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ മസാലയുമായിട്ട് പൊട്ടറ്റോയും മീനും കൂടി നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവസാനം കുറച്ച് ലൈം ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ലൈം ജ്യൂസിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ നമുക്കത് കറക്റ്റ് പാകത്തിന് നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് കട്ട്ലേറ്റിന് ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ വെച്ചിട്ട് എന്ത് ഷേപ്പായാലും കുഴപ്പമില്ല, നമുക്കങ്ങനെ ഷേപ്പാക്കി എടുക്കാം. ഒരുപാട് ഇങ്ങനെ കനം ഉള്ള പോലെ പരത്തിയെടുക്കാതിരിക്കുകയാണ് നല്ലത്. നമുക്കിങ്ങനെ കുറച്ച്, നമുക്ക് കട്ട്ലേറ്റിൻ്റെ പാകം അറിയാമല്ലോ, ആ പാകത്തിൽ എല്ലാം പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ മുട്ട ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. വീണ്ടും മുട്ടയിൽ മുക്കി വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കുകയാണെങ്കിൽ നല്ലൊരു കോട്ടിങ് പുറത്ത് വരും, നല്ല ടേസ്റ്റും ആയിരിക്കും.
കട്ട്ലേറ്റ് കഴിക്കാൻ അങ്ങനെയും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒറ്റ തവണ ചെയ്യുന്നുള്ളൂ, പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും മുട്ടയിൽ മുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. അപ്പോൾ നമ്മളെല്ലാതും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയെടുത്തു. ഇനി നമുക്കിത് വറുത്തെടുക്കുന്ന ജോലിയേ ഉള്ളൂ. ഇത് പെട്ടെന്നാവും, കാരണം പുറഭാഗം മാത്രമേ ഒന്ന് വേവ് കിട്ടാനുള്ളൂ, ബാക്കിയെല്ലാം വെന്ത മസാലയാണല്ലോ. അപ്പോൾ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ചൂടാവുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. ഇനി ഒരു ബ്രൗൺ കളറ്, ഡാർക്ക് ബ്രൗൺ ആവണ്ട, എന്നാലും ഏകദേശം ഡാർക്ക് ബ്രൗണിൻ്റെ പാകത്തിൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കട്ട്ലേറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി കട്ട്ലേറ്റാണിത്. ഇനി ഫിഷ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചിക്കനിൽ ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷെ നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ കഴിക്കുന്നതാണല്ലോ ചിക്കൻ. നമുക്ക് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഫിഷ് കഴിക്കാം, ചെമ്മീനാക്കാം, എന്ത് വേണമെങ്കിലും ആവാം. നമുക്കിതുപോലെ കട്ട്ലേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഫിഷ് കട്ട്ലേറ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ പൊട്ടറ്റോയ്ക്ക് പകരം മധുരക്കിഴങ്ങ് ചേർക്കാം, കൊള്ളി അതായത് കപ്പ ചേർക്കാം, പിന്നെ കൂർക്ക ചേർക്കാം. ഇതെല്ലാം നമുക്ക് ഈ പൊട്ടറ്റോ മാറ്റി വെച്ചിട്ട് നമുക്ക് ചേർത്ത് വ്യത്യസ്തമായിട്ടുള്ള കട്ട്ലേറ്റുകൾ ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഒരു സാധാരണ രീതിയിൽ കാണിച്ചെന്നുള്ളൂ, പക്ഷെ നമുക്ക് വെറൈറ്റി കട്ട്ലേറ്റുകളാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ 2-3 തരം മീനുകൾ ചേർത്തിട്ടും ഉണ്ടാക്കാം. ഇതൊക്കെ വ്യത്യസ്തങ്ങളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊരു റെസിപ്പി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയ വെച്ചിട്ട് നമുക്കതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് നല്ല രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ ഈ ഫിഷ് കട്ട്ലേറ്റ്.